കെമിസ്ട്രി ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ് ഓഫ് റിയാക്ഷൻ. റേറ്റ് ഓഫ് റിയാക്ഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. റേറ്റ് ഓഫ് റിയാക്ഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇതൊക്കെയാണ്. 1 കോൺസെൻട്രേഷൻ, 2 ടെമ്പറേച്ചർ, 3 കാറ്റലിസ്റ്റ്. റേറ്റ് ഓഫ് റിയാക്ഷൻ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് കാറ്റലിസ്റ്റ് ആണ്. സോ നമുക്ക് ആദ്യത്തെ ഫാക്ടർ നോക്കാം, കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ എങ്ങനെയാണ് റേറ്റ് ഓഫ് റിയാക്ഷനെ അഫക്ട് ചെയ്യുന്നത്? കോൺസെൻട്രേഷൻ റേറ്റ് ഓഫ് റിയാക്ഷനെ അഫക്ട് ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞൊരു ലായാണ്. അതിനെ വിളിക്കുന്ന പേരാണ് റേറ്റ് ലാ. ഹൗ വിൽ കോൺസെൻട്രേഷൻ അഫക്ട് റേറ്റ് ഓഫ് റിയാക്ഷൻ? അത് നമുക്ക് പറഞ്ഞു തന്ന ലായാണ് റേറ്റ് ലാ എന്ന് പറയുന്നത്. നോക്കാം. സി, ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. എ നമ്പർ ഓഫ് എ ബി നമ്പർ ഓഫ് ബിയുമായി ചേർന്ന് പ്രോഡക്ട്സ് ഉണ്ടാവുകയാണ്. എ നമ്പർ ഓഫ് മോൾസ് എ ബി നമ്പർ ഓഫ് മോൾസ് ബിയുമായി ചേർന്ന് പ്രോഡക്ട്സ് ഉണ്ടാവുകയാണ് എങ്കിൽ റേറ്റ് എങ്ങനെ എഴുതാം? റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു, ഈ റിയാക്ഷന് റേറ്റ് പ്രൊപ്പോർഷണൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ് ടു എക്സ് ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ബി റൈസ് ടു വൈ ആയിരിക്കും. എ നമ്പർ ഓഫ് എ ബി നമ്പർ ഓഫ് ബിയുമായി ചേർന്ന് പ്രോഡക്ട്സ് ഉണ്ടാവുകയാണ് എങ്കിൽ അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഈസ് പ്രൊപ്പോർഷണൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ് ടു എക്സ് ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ബി റൈസ് ടു വൈ ആണ്. ഇവിടെ നമുക്ക് പുതിയ 2 പവറുകൾ വന്നു, എക്സും വൈയും. എന്താണെന്ന് നമുക്ക് പിന്നീട് പഠിക്കാം. റേറ്റ് ലാ പഠിച്ചതിന് ശേഷം നമുക്ക് എക്സ് വൈ എന്താണെന്ന് പഠിക്കാം. സോ ഇവിടെ റേറ്റ് ലായിൽ എന്താ ചെയ്തിരിക്കുന്നത്? റേറ്റിനെ എക്സ്പ്രസ് ചെയ്യുന്നത് ഏതുപയോഗിച്ച് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. റേറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. റിയാക്ടന്റിന്റെ മോളാർ കോൺസെൻട്രേഷൻ ഉപയോഗിച്ചിട്ടാണ് റേറ്റിനെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ എന്ത് വന്നിരിക്കുന്നു? ചില പവറുകൾ വന്നിരിക്കുകയാണ് അല്ലെ, എക്സും വൈയും. അങ്ങനെ പവർ വന്നിരിക്കുകയാണ്. ഈ പവറുകൾ ചിലപ്പോ എക്സ് എയുടെ കോഎഫിഷ്യന്റ് ആയ എക്ക് ഈക്വൽ ആകാം, ചിലപ്പോൾ വൈ ബിയുടെ കോഎഫിഷ്യന്റ് ആയ ബിക്ക് ഈക്വൽ ആകാം, ചിലപ്പോ ആകാതെയിരിക്കാം. ഇതാണ് റേറ്റ് ലാ പറയുന്നത്. ഒരു എ നമ്പർ ഓഫ് എ ബി നമ്പർ ഓഫ് ബിയുമായി ചേർന്ന പ്രോഡക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ് ടു എക്സ് ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ബി റൈസ് ടു വൈ. അതായത് ഈ റിയാക്ഷന്റെ റേറ്റിനെ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഉപയോഗിച്ച് കാണിച്ചിരിക്കുന്നു. അപ്പൊ അവിടെ ചില പവറുകൾ ഉപയോഗിച്ചിരിക്കുന്നു. ആ പവറുകൾ ഒന്നുകിൽ റിയാക്ടന്റെ കോഎഫിഷ്യന്റ് ഈക്വൽ ആകാം, അല്ലെങ്കിൽ ഈക്വൽ ആകാതിരിക്കാം. റേറ്റ് ഓഫ് റിയാക്ഷനെ ഏതുപയോഗിച്ച് കാണിച്ചിരിക്കുന്നു? റിയാക്ടന്റിന്റെ മോളാർ കോൺസെൻട്രേഷൻ ഉപയോഗിച്ച് കാണിച്ചിരിക്കുന്നു. അപ്പോഴ് അവിടെ ചില പവറുകൾ ഉപയോഗിച്ചിരിക്കുന്നു. ആ പവറുകൾ ചിലപ്പോൾ റിയാക്ടന്റിന്റെ കോഎഫിഷ്യന്റ് ഈക്വൽ ആകാം, അല്ലെങ്കിൽ ആകാതിരിക്കാം. ഒന്നുകിൽ എക്സ് എക്ക് ഈക്വൽ ആകാം, അല്ലെങ്കിൽ ആകാതിരിക്കാം, അല്ലെങ്കിൽ വൈ ബിക്ക് ഈക്വൽ ആകാം, അല്ലെങ്കിൽ ആകാതിരിക്കാം. എക്സ് വൈ എന്താണ് നമുക്ക് അടുത്തൊരു എക്സ്പെരിമെന്റിൽ കൂടെ പഠിക്കാം. ഇവിടെ ഈ പ്രൊപ്പോർഷൻ മാറ്റാൻ വേണ്ടി ഞാനൊരു കോൺസ്റ്റന്റ് കൊണ്ടുവന്നു. എ കോൺസ്റ്റന്റ് കെ ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ് ടു എക്സ് ഇൻറ്റു ബി റൈസ് ടു വൈ. ഇവിടെ കെ എന്ന് പറയുന്ന കോൺസ്റ്റന്റിനെ വിളിക്കുന്ന പേരാണ് റേറ്റ് കോൺസ്റ്റന്റ്. കെ എന്ന് പറയുന്ന കോൺസ്റ്റന്റിനെ വിളിക്കുന്ന പേരാണ് റേറ്റ് കോൺസ്റ്റന്റ്. അപ്പോൾ എന്താ റേറ്റ് ലാ? റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് എക്സ്പ്രസ്ഡ് in terms of molar concentration of reactant to which some power is used which may or may not be equal to the stoichiometric coefficient of reactant. ഒരു റിയാക്ഷന്റെ റേറ്റിനെ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഉപയോഗിച്ച് കാണിക്കുന്നു. അപ്പോൾ അവിടെ ചില പവറുകൾ ഉപയോഗിക്കുന്നു. ആ പവറുകൾ ചിലപ്പോൾ റിയാക്ടന്റിന്റെ കോഎഫിഷ്യന്റ് ഈക്വൽ ആകാം, അല്ലെങ്കിൽ ഈക്വൽ ആകാതിരിക്കാം. കോൺസെൻട്രേഷൻ എങ്ങനെയാണ് റേറ്റ് ഓഫ് റിയാക്ഷനെ അഫക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു തന്നതാണ് റേറ്റ് ലാ എന്ന് പറയുന്നത്. റേറ്റ് ലാ എന്താ പറയുന്നേ? ഒരു റിയാക്ഷന്റെ റേറ്റിനെ
നമുക്ക് റിയാക്ടന്റിന്റെ മോളാർ കോൺസെൻട്രേഷൻ ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്യാം. അപ്പൊ അവിടെ ചില പവറുകൾ ഉപയോഗിക്കാം. ആ പവറുകൾ ചിലപ്പോ റിയാക്ടന്റെ കോഎഫിഷ്യന്റ് ഈക്വൽ ആകാം, അല്ലെങ്കിൽ ഈക്വൽ ആകാതിരിക്കാം. റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് to which some power is used, which may or may not be equal to the stoichiometric coefficient of reactant. അതാണ് റേറ്റ് ലാ. എ നമ്പർ ഓഫ് എ ബി നമ്പർ ഓഫ് ബിയുമായി ചേർന്ന് പ്രോഡക്ട്സ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ് ടു എക്സ് ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ബി റൈസ് ടു വൈ. ഈ എക്സ് ചിലപ്പോൾ എയുടെ കോഎഫിഷ്യന്റ് എക്ക് ഈക്വൽ ആകാം, അല്ലെങ്കിൽ ഈക്വൽ ആകാതിരിക്കാം. വൈ ചിലപ്പോൾ ബിയുടെ കോഎഫിഷ്യന്റ് ബിക്ക് ഈക്വൽ ആകാം, അല്ലെങ്കിൽ ഈക്വൽ ആകാതിരിക്കാം. അതെപ്പോഴാണ് നമുക്ക് അടുത്ത് പഠിക്കാം. ഈ പ്രപ്പോർഷൻ സൈൻ മാറ്റാൻ വേണ്ടി ഞാൻ ഒരു കോൺസ്റ്റന്റ് കൊണ്ടുവന്നു, കെ. ആ കെ വിളിക്കുന്ന പേരാണ് റേറ്റ് കോൺസ്റ്റന്റ്. അപ്പോ നമ്മള് റേറ്റ് ലാ ഉപയോഗിച്ചിട്ട് ഈ റിയാക്ഷന്റെ റേറ്റ് എക്സ്പ്രസ് ചെയ്തു. ഇങ്ങനെ റേറ്റ് ലാ ഉപയോഗിച്ച് റേറ്റ് എക്സ്പ്രസ് ചെയ്താൽ അതിനെ പറയുന്ന പേരാണ് റേറ്റ് ലാ എക്സ്പ്രഷൻ. റേറ്റ് ലാ എക്സ്പ്രഷൻ എന്ന് വിളിക്കും. എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷന്റെ റേറ്റ് ഏത് ഉപയോഗിച്ച് കാണിച്ചിരിക്കുന്നു? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഉപയോഗിച്ച് കാണിച്ചിരിക്കുന്നു. അപ്പൊ അവിടെ ചില പവറുകൾ കൊടുക്കുന്നു. ആ പവറുകൾ ചിലപ്പോൾ റിയാക്ടന്റെ കോഎഫിഷ്യന്റ് ഈക്വൽ ആകാം, അല്ലെങ്കിൽ ഈക്വൽ ആകാതിരിക്കാം. അങ്ങനെ റേറ്റിനെ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ഉപയോഗിച്ച് എഴുതിയാൽ അതിനെ വിളിക്കുന്ന പേരാണ് റേറ്റ് ലാ എക്സ്പ്രഷൻ. അപ്പൊ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? റേറ്റ് ഓഫ് റിയാക്ഷനെ കോൺസെൻട്രേഷൻ എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത് അത് പറഞ്ഞു തന്നത് റേറ്റ് ലായാണ്. റേറ്റ് ലാ എന്താ പറയുന്നേ? റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് എക്സ്പ്രസ്ഡ് in terms of molar concentration of reactant to which some power is used, which may or may not be equal to coefficient of reactant. ഒരു റിയാക്ഷന്റെ റേറ്റിനെ നമുക്ക് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്യാം. അപ്പൊ അവിടെ നമുക്ക് ചില പവറുകൾ ഉപയോഗിക്കാം. ഈ പവറുകൾ ചിലപ്പോൾ റിയാക്ടന്റെ കോഎഫിഷ്യന്റ് ഈക്വൽ ആകും, അല്ലെങ്കിൽ ഈക്വൽ ആകാതിരിക്കും. നമ്മള് ആ പ്രപ്പോർഷൻ സൈൻ മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് ഉണ്ട്, കെ വിളിക്കുന്ന പേരാണ് റേറ്റ് കോൺസ്റ്റന്റ്. ഇങ്ങനെ നമ്മൾ ഒരു റിയാക്ഷന്റെ റേറ്റിനെ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്താൽ അതിന് പറയുന്ന പേരാണ് റേറ്റ് ലാ എക്സ്പ്രഷൻ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു സംശയം ഉണ്ടാവും, എന്താണ് എക്സും വൈയും? അത് നമുക്ക് അടുത്തൊരു എക്സ്പെരിമെന്റ് വഴി എവിടെ നിന്നാണ് ഈ എക്സും വൈയും വന്നത് എന്ന് നമുക്ക് പഠിക്കാം. നോക്കൂ, നമുക്കിവിടെ ഒരു റിയാക്ഷൻ ഉണ്ട്. 2NO plus O2 is 2NO2. 2NO plus O2 is 2NO. ഈ റിയാക്ഷൻ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുകയാണ്. ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയ വാല്യൂസ് ആണ് ദാ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആദ്യത്തെ കേസിൽ എന്താ? NOയുടെ കോൺസെൻട്രേഷൻ നമ്മൾ 0.30 ആണ് എടുത്തിരിക്കുന്നത്. ഓക്സിജന്റെ കോൺസെൻട്രേഷൻ എത്ര തന്നെ എടുത്തു? 0.30 എടുത്തു. രണ്ടുപേരുടെ ഈക്വൽ കോൺസെൻട്രേഷൻ എടുത്തു. 0.30 മോൾ ലിറ്റർ ഇൻവേഴ്സ് എടുത്തു. അപ്പൊ നമുക്ക് റേറ്റ് കിട്ടിയിരിക്കുന്നത് 0.096 മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. NOയുടെ കോൺസെൻട്രേഷൻ 0.30, ഓക്സിജന്റെ കോൺസെൻട്രേഷൻ 0.30 എടുത്തപ്പോ നമുക്ക് റേറ്റ് കിട്ടിയിരിക്കുന്നത് 0.096 മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. ഞാൻ അടുത്ത് എന്ത് ചെയ്യുന്നറിയാമോ? ഓക്സിജന്റെ കോൺസെൻട്രേഷൻ സെയിം ആക്കി തന്നെ വെച്ചു. രണ്ടാമത്തെ കേസിൽ ശ്രദ്ധിക്കും, ഓക്സിജന്റെ കോൺസെൻട്രേഷൻ രണ്ടാമത്തെ കേസിൽ സെയിം തന്നെയാണ് 0.30. എന്നാൽ NOയുടെ കോൺസെൻട്രേഷൻ ഞാൻ എന്ത് ചെയ്തു? ഡബിൾ ചെയ്തു. 0.30 നിന്ന് ഞാൻ NOയുടെ കോൺസെൻട്രേഷൻ എത്ര ആക്കി കൊടുത്തു? അടുത്ത റിയാക്ഷൻ ചെയ്യാൻ സമയത്ത് 0.60 ആക്കി കൊടുത്തു. NOയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്തു, ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആക്കി വെച്ചു. അപ്പൊ എനിക്ക് കിട്ടിയ റേറ്റ് എത്രയാ? 0.384 മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് എന്നാണ്. എന്താ നമുക്ക് മനസ്സിലായി? NOയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്തപ്പോ റേറ്റ് എത്ര ടൈംസ് ഇൻക്രീസ് ചെയ്തു? 4 ടൈംസ് ഇൻക്രീസ് ചെയ്തു. കോൺസെൻട്രേഷൻ ഓഫ് NO, കോൺസെൻട്രേഷൻ ഓഫ് NO ഈസ് ഡബിൾഡ്. NOയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്തപ്പോ റേറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 4 ടൈംസ്. റേറ്റ് എന്ത് ചെയ്തു? 4 ടൈംസ് ഇൻക്രീസ് ചെയ്തു. NOയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ആക്കിയപ്പോ റേറ്റ് എന്ത് ചെയ്തു?
4 times increase ചെയ്തു. That means NO റേറ്റിനെ അഫക്ട് ചെയ്യുന്ന എങ്ങനെയാണ്? NOയുടെ സെക്കൻഡ് പവർ ആണ് റേറ്റിനെ അഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് NOയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ആക്കിയപ്പോ റേറ്റ് എന്തായത്? 4 times ഇൻക്രീസ് ആയത്. അപ്പൊ നമ്മൾ ഈ റിയാക്ഷന്റെ റേറ്റ് എങ്ങനെ എഴുതുക? റേറ്റ് ഈസ് ഈക്വൽ ടു K into molar concentration of NO raised to 2. ആ 2 എന്ന് പറഞ്ഞ പവർ എവിടെ നിന്നാ വന്നത്? NOയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്തപ്പോ റേറ്റ് 4 times ഇൻക്രീസ് ചെയ്തു. NOയുടെ കോൺസെൻട്രേഷൻ നമ്മൾ ഡബിൾ ചെയ്തപ്പോൾ റേറ്റ് 4 times ഇൻക്രീസ് ചെയ്തു. ദാറ്റ് മീൻസ് NOയുടെ എന്താ സെക്കൻഡ് പവർ ആണ് റേറ്റിനെ അഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ റേറ്റ് എക്സ്പ്രഷൻ എങ്ങനെ എഴുതിയേ? റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് NO റൈസ് ടു 2. ഈ 2 എന്ന് പറഞ്ഞ പവർ എവിടുന്ന വന്നത്? അതാണ് എക്സ്. ആ പവർ എങ്ങനെയാ വന്നത്? NOയുടെ കോൺസെൻട്രേഷൻ ഞാൻ ഡബിൾ ചെയ്തപ്പോ റേറ്റ് 4 times ഇൻക്രീസ് ചെയ്തു. ദാറ്റ് മീൻസ് NOയുടെ കോൺസെൻട്രേഷന്റെ സെക്കൻഡ് പവർ ആണ് റേറ്റിനെ അഫക്ട് ചെയ്യുന്നത്. സോ അപ്പൊ ഞാൻ റേറ്റിലെ എക്സ്പ്രഷൻ റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് NO റൈസ് ടു 2 എന്ന് എഴുതി. ഇനി അടുത്ത് ആ കേസ് കഴിഞ്ഞ് രണ്ടാമത്തെ എക്സ്പെരിമെന്റ് കഴിഞ്ഞു. അടുത്ത മൂന്നാമത്തെ എക്സ്പെരിമെന്റ് ഞാൻ എടുത്തു. അവിടെ ഞാൻ എന്താ ചെയ്തത്? NOയുടെ കോൺസെൻട്രേഷൻ ഇനിഷ്യലി പോലെ തന്നെ 0.30 ആയിട്ട് തന്നെ വെച്ചു. NOയുടെ കോൺസെൻട്രേഷൻ ഫസ്റ്റ് എക്സ്പെരിമെന്റ് പോലെ 0.30 ആയിട്ട് വെച്ചു. എന്നിട്ട് ഞാൻ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്തു? ഡബിൾ ചെയ്തു. NOയുടെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ഞാൻ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്തു? ഡബിൾ ചെയ്തു. അപ്പൊ റേറ്റിന് എന്താ സംഭവിച്ചേ? റേറ്റും ഡബിൾ ആയി. ഓക്സിജന്റെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്തപ്പോ റേറ്റും എന്തായി? ഡബിൾ ആയി. NOയുടെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ഞാൻ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്തു. അപ്പോ റേറ്റ് ഡബിൾ ആയി. അപ്പോ കോൺസെൻട്രേഷൻ ഓഫ് oxygen is doubled, rate is also doubled. കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ നമ്മൾ ഡബിൾ ചെയ്തപ്പോ റേറ്റും എന്ത് ചെയ്തു? ഡബിൾ ചെയ്തു. ദാറ്റ് മീൻസ് ഓക്സിജന്റെ കോൺസെൻട്രേഷന്റെ ഫസ്റ്റ് പവർ ആണ് റേറ്റിനെ അഫക്ട് ചെയ്യുന്നത്. NOയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്തപ്പോ റേറ്റ് 4 times ആയി. ദാറ്റ് മീൻസ് NOയുടെ കോൺസെൻട്രേഷന്റെ സെക്കൻഡ് പവർ ആണ് റേറ്റിനെ അഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ NO റൈസ് ടു 2 എന്ന് എഴുതി. എന്നാൽ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്തപ്പോ റേറ്റും എന്താ ചെയ്തത്? ഡബിൾ ചെയ്തു. ദാറ്റ് മീൻസ് ഓക്സിജന്റെ കോൺസെൻട്രേഷന്റെ ഫസ്റ്റ് പവർ ആണ് റേറ്റിനെ അഫക്ട് ചെയ്യുന്നത്. സോ ഞാൻ മോളാർ കോൺസെൻട്രേഷൻ ഓക്സിജൻ റൈസ് ടു 1 എന്ന് എഴുതി. ഇങ്ങനാണ് നമുക്ക് എക്സും വൈയും കിട്ടുന്നത്. അല്ലാതെ ഇതിനു മുമ്പ് എഴുതിയിരിക്കുന്ന വാല്യൂ കോഎഫിഷ്യന്റ് നേരെ അവിടെ എഴുതുന്നതല്ല. പകരം നമ്മൾ ആ റിയാക്ഷനിൽ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുകയാണ്. എങ്ങനെയാണ്? രണ്ട് റിയാക്ടന്റ് ഉണ്ടെങ്കിൽ ഒരു റിയാക്ടറിന്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് രണ്ടാമത്തെ റിയാക്ഷന്റെ കോൺസെൻട്രേഷൻ നമ്മൾ ഡബിൾ ചെയ്യുന്നു. അപ്പൊ അത് റേറ്റിനെ എങ്ങനെ അഫക്ട് ചെയ്യുന്നു നോക്കി. സോ NOയുടെ കോൺസെൻട്രേഷൻ നമ്മൾ ഡബിൾ ചെയ്തു. ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആക്കി വെച്ചു. NOയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്തപ്പോ റേറ്റ് 4 times ഇൻക്രീസ് ചെയ്തു. റേറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 4 times. ദാറ്റ് മീൻസ് NOയുടെ കോൺസെൻട്രേഷന്റെ സെക്കൻഡ് പവർ ആണ് റേറ്റിനെ അഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ റേറ്റിലെ എക്സ്പ്രഷനിൽ അവിടെ 2 കൊടുത്തത്. അടുത്ത് NOയുടെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് നമ്മൾ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്തു. ഓക്സിജന്റെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്തു. അപ്പോൾ നമ്മൾ എന്താ കണ്ടത്? ഓക്സിജന്റെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്തപ്പോ റേറ്റ് ഇൻക്രീസ്ഡ് ബൈ ഡബിൾ 0.096 നിന്ന് 0.0192 ആയിട്ട് ഡബിൾ ചെയ്തു. ദാറ്റ് മീൻസ് ഓക്സിജന്റെ കോൺസെൻട്രേഷന്റെ ഫസ്റ്റ് പവർ ആണ് റേറ്റിനെ അഫക്ട് ചെയ്യുന്നത്. സോ അപ്പൊ ഞാൻ റേറ്റിലെ എക്സ്പ്രഷൻ എഴുതി. റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് NO റൈസ് ടു 2 ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ റൈസ് ടു 1. ഇങ്ങനാണ് നമുക്ക് എക്സും വൈയും കിട്ടുന്നത്. ചില കേസുകളിൽ അത് ഏതിന് ഈക്വൽ ആയത്? ഇവിടെ അത് ഈക്വൽ ആയിരിക്കും. കണ്ടോ? ഇവിടെ 2 ഉള്ളപ്പോ അവിടെയും 2 വന്നു. ഇവിടെ 1 ഉള്ളപ്പോ അവിടെ എന്ത് ചെയ്തു? 1 വന്നു. അപ്പൊ ചില കേസുകളില് ഈ എക്സും വൈയും റിയാക്ടന്റ് കോഎഫിഷ്യന്റ് ഈക്വൽ ആകാം, ചിലപ്പോ ഈക്വൽ ആകാതിരിക്കാം. അപ്പൊ ഈ എക്സ് വൈ നമുക്ക് എവിടെന്നാ കിട്ടുന്നേ?
നമ്മൾ റിയാക്ഷനിൽ രണ്ട് റിയാക്ടന്റ് ഉണ്ടെങ്കിൽ ഒരാളുടെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് രണ്ടാമത്തെ ആളുടെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്യും. എന്നിട്ട് റേറ്റിന് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സും വൈയും കണ്ടുപിടിക്കുന്നത്. സോ അപ്പൊ എക്സും വൈയും കണ്ടുപിടിക്കണമെങ്കിൽ റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതുമ്പോൾ കോൺസെൻട്രേഷൻ ടൈംസിന്റെ പവർ എഴുതണമെങ്കിൽ നമ്മൾ അത് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് അങ്ങനെ പവർ എഴുതാൻ പറ്റുകയുള്ളൂ. ഇങ്ങനാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതുമ്പോൾ റിയാക്ടന്റ് ടൈംസിന്റെ പവർ കണ്ടുപിടിക്കുന്നത്. അടുത്ത് നമുക്കൊരു ഇക്വേഷൻ തന്നിരിക്കുകയാണ്. CHCl3 പ്ലസ് Cl2 ഈസ് CCl4 പ്ലസ് HCl. ഈ ഇക്വേഷന്റെ റേറ്റ് ലോ എക്സ്പ്രഷൻ ആണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. റേറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് K ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് CHCl3 റൈസ് ടു 1 ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Cl2 റൈസ് ടു ഹാഫ്. ഇത് കണ്ടിട്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഞാൻ CHCl3യുടെ കോൺസെൻട്രേഷൻ, ക്ലോറിന്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആക്കി വെച്ചു. എന്നിട്ട് CHCl3യുടെ കോൺസെൻട്രേഷൻ ഡബിൾ ആക്കി. ക്ലോറിന്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് CHCl3യുടെ അതായത് ക്ലോറോഫോമിന്റെ കോൺസെൻട്രേഷൻ ഞാൻ എന്താക്കി? ഡബിൾ ആക്കി. അപ്പൊ റേറ്റിനെ എങ്ങനെ അഫക്ട് ചെയ്തിട്ടുണ്ടാകും? ഈ പവർ കണ്ടാൽ ഇവിടെ പവർ എത്രയാ? 1 ആണ് എന്ന് പറഞ്ഞാൽ CHCl3യുടെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്തപ്പോ റേറ്റും ഡബിൾ ആയി. CHCl3യുടെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്തപ്പോ റേറ്റും ഡബിൾ ആയി. എന്നാൽ ക്ലോറിന്റെ പവർ ഇവിടെ എത്ര കിടക്കുന്നേ? ഹാഫ് ആണ്. എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? ഞാൻ CHCl3യുടെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ക്ലോറിന്റെ കോൺസെൻട്രേഷൻ ഡബിൾ ആക്കിയപ്പോ റേറ്റ് എന്തായില്ല? ഡബിൾ ആയില്ല. പകരം എന്താ സംഭവിച്ചത്? ആദ്യം ഉള്ളതിനേക്കാൾ ഒരു ഹാഫും കൂടെയാണ് ഇൻക്രീസ് ചെയ്തത്. അതാണ് ഹാഫ് വന്നത്. മനസ്സിലായോ? ഇവിടെ റേറ്റ് ഡബിൾ ചെയ്ത, കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്തപ്പോ റേറ്റും ഡബിൾ ആയി. പക്ഷെ ഇവിടെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്തപ്പോ റേറ്റ് എന്ത് ചെയ്തില്ല? ഡബിൾ ആയില്ല. ഇവിടെ രണ്ടാണ് എന്താണ് കോൺസെൻട്രേഷൻ, അത് 4 ആക്കിയപ്പോ റേറ്റ് ഇവിടെ 2 ആണെങ്കിൽ അത് 3 ആയിട്ടാണ് മാറിയത്, 4 ആയില്ല. അതുകൊണ്ടാണ് ക്ലോറിന്റെ പവർ ഹാഫ് വന്നത്. ക്ലിയർ? സോ അപ്പൊ ഈ ഇക്വേഷനിൽ റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതാൻ ഈ പവർ നമുക്ക് ഒരിക്കലും ഈ ഇക്വേഷൻ നോക്കി എഴുതാൻ പറ്റില്ല. പകരം ഈ പവറുകൾ കിട്ടണമെങ്കിൽ, റേറ്റ് ലോ എക്സ്പ്രഷനിലെ പവറുകൾ കിട്ടണമെങ്കിൽ നമ്മൾ ഈ എക്സ്പെരിമെന്റ് ചെയ്തു നോക്കണം. എങ്ങനെയാ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുന്നേ? ഒരാളുടെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് രണ്ടാമത്തെ ആളുടെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്യും. അപ്പൊ അതെങ്ങനെയാണ് റേറ്റിനെ അഫക്ട് ചെയ്ത് നോക്കും. ഇവിടെ ക്ലോറിന്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ക്ലോറോഫോമിന്റെ കോൺസെൻട്രേഷൻ ഞാൻ ഡബിൾ ചെയ്തപ്പോ റേറ്റും ഡബിൾ ആയി. സോ ഫസ്റ്റ് പവർ. എന്നാൽ ക്ലോറോഫോമിന്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ക്ലോറിന്റെ കോൺസെൻട്രേഷൻ ഡബിൾ ആക്കിയപ്പോ റേറ്റ് എന്ത് ചെയ്തില്ല? ഡബിൾ വന്നില്ല. പകരം എന്താ? ഇവിടെ ഉള്ളതിനേക്കാൾ ഒരു ഹാഫും കൂടെ ഇൻക്രീസ്. അതായത് ക്ലോറിന്റെ കോൺസെൻട്രേഷൻ 2 4 ആക്കി. ഞാനൊരു എക്സാമ്പിൾ പറയാം. അപ്പൊ ഇവിടെ റേറ്റ് ശരിക്ക് ക്ലോറിന്റെ കോൺസെൻട്രേഷൻ 2 ആയിരുന്നപ്പോ റേറ്റ് 2 ആണെന്നിരിക്കട്ടെ. ഞാൻ ക്ലോറിന്റെ കോൺസെൻട്രേഷൻ 4 ആക്കി. സോ അപ്പൊ റേറ്റ് 4 ആയില്ല, പകരം 3 ആയിരുന്നു. ഓക്കെ, ഹാഫ് ടൈംസ് ആണ് എന്ത് ചെയ്തത്? ഇൻക്രീസ് ചെയ്തത്. അതുകൊണ്ട് ആ പവർ ഹാഫ് എന്ന് എഴുതിയത്. സോ അപ്പൊ നമ്മള് ഒരു റേറ്റ് ലോ എക്സ്പ്രഷനിൽ എഴുതുമ്പോൾ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷന്റെ പവർ കിട്ടണമെങ്കിൽ നമ്മൾ ആ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയാൽ മാത്രമേ എഴുതാൻ പറ്റൂ. അല്ലാതെ നമുക്കൊരിക്കലും ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് റേറ്റ് ലോ എക്സ്പ്രഷനിൽ കോൺസെൻട്രേഷൻ ടൈംസിന്റെ പവർ എഴുതാൻ പറ്റുകയില്ല. അത് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കി മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഓർഡർ ഓഫ് എ റിയാക്ഷൻ ആണ്. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഓർഡർ ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് ഓർഡർ എന്ന് അറിയാമോ? ഓർഡർ ഈസ് ദ സം ഓഫ് പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഇൻ റേറ്റ് ലോ എക്സ്പ്രഷൻ. റേറ്റ് ലോ എക്സ്പ്രഷനില് കോൺസെൻട്രേഷൻ ടേംസിന്റെ പവറിന്റെ സമ്മിനെ വിളിക്കുന്ന പേരാണ് ഓർഡർ എന്ന് വിളിക്കുന്നു. നമ്മൾ റേറ്റ് ലോ എക്സ്പ്രഷൻ എങ്ങനെ എഴുതി? റേറ്റ് ഈസ് ഈക്വൽ ടു K into molar concentration of X into molar concentration of A into rise to X into molar concentration of B rise to Y എന്നാണ് നമ്മൾ റേറ്റിലെ എക്സ്പ്രഷൻ എഴുതിയത്. ഈ എക്സിന്റെ ഒയുടെയും കൂടെ സമ്മിനെ വിളിക്കുന്ന പേരാണ് ഓർഡർ ഓഫ് എ റിയാക്ഷൻ എന്ന് വിളിക്കും. റേറ്റിലെ എക്സ്പ്രഷനില്
കോൺസെൻട്രേഷൻ ടേംസിന്റെ പവറിന്റെ സമ്മിനെ വിളിക്കുന്ന പേരാണ് ഓർഡർ ഓഫ് എ റിയാക്ഷൻ. ഓർഡർ ഓഫ് എ റിയാക്ഷൻ ഈസ് ദി സം ഓഫ് പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഇൻ റേറ്റില എക്സ്പ്രഷൻ. റേറ്റില എക്സ്പ്രഷനില് കോൺസെൻട്രേഷൻ ടേംസിന്റെ പവറിന്റെ സമ്മിനെ വിളിക്കുന്ന പേരാണ് ഓർഡർ ഓഫ് എ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഓർഡർ ഓഫ് റിയാക്ഷൻ ഈസ് ദി സം ഓഫ് പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഇൻ റേറ്റില എക്സ്പ്രഷൻ. റേറ്റില എക്സ്പ്രഷനില് കോൺസെൻട്രേഷൻ ടേംസിന്റെ പവറിന്റെ സമ്മിനെ വിളിക്കുന്ന പേരാണ് ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ x+y. ഒരു എക്സാമ്പിൾ എടുക്കാം. റേറ്റ് ഈസ് ഈക്വൽ ടു k ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് NO റൈസ് ടു 2 ഇൻറ്റു O2 റൈസ് ടു 1 എങ്കിൽ ഓർഡർ എന്താ? x+y. 2 + 1 ഈസ് ഈക്വൽ ടു 3 ആണ് ഓർഡർ എന്ന് പറയും. സിമ്പിൾ ആണ്. അടുത്ത വേറെ ഇക്വേഷൻ റേറ്റ് ഈസ് ഈക്വൽ ടു k ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് A റൈസ് ടു ഹാഫ് ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് B റൈസ് ടു 3/2 എങ്കിൽ അതിന്റെ ഓർഡർ എന്ന് പറയുന്നത് x+y. 1/2 പ്ലസ് 3/2 ദാറ്റ് ഈസ് 2. ഇതാണ് ഓർഡർ എന്ന് പറയുന്നത്. റേറ്റില എക്സ്പ്രഷനില് കോൺസെൻട്രേഷൻ ടേംസിന്റെ പവറിന്റെ സമ്മിനെ വിളിക്കുന്ന പേരാണ് ഓർഡർ എന്ന് വിളിക്കും. ഓർഡർ ഈസ് ദ സം ഓഫ് ദ പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഇൻ റേറ്റില എക്സ്പ്രഷൻ. റേറ്റില എക്സ്പ്രഷനില് കോൺസെൻട്രേഷൻ ടേംസിന്റെ പവറിന്റെ സമ്മിനെ വിളിക്കുന്ന പേരാണ് ഓർഡർ ഓഫ് റിയാക്ഷൻ. അതായത് എക്സിന്റെ ഇതാണ് നമ്മൾ റേറ്റില എക്സ്പ്രഷൻ എഴുതിയത്. റേറ്റ് ഈസ് ഈക്വൽ ടു k ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് A റൈസ് ടു x ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് B റൈസ് ടു y എങ്കിൽ ഈ x+y വിളിക്കുന്ന പേരാണ് ഓർഡർ ഓഫ് റിയാക്ഷൻ എന്ന് വിളിക്കും. ഈ റേറ്റില എക്സ്പ്രഷനിൽ കോൺസെൻട്രേഷൻ ടേംസിന്റെ പവറിന്റെ സമ്മിനെ വിളിക്കുന്ന പേരാണ് ഓർഡർ ഓഫ് ദ റിയാക്ഷൻ. ഓക്കെ, സോ അപ്പോ നമ്മൾ ഓർഡറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ്. ഓർഡർ എന്ന് വെച്ചാൽ നമുക്കറിയാം റേറ്റില എക്സ്പ്രഷനിൽ കോൺസെൻട്രേഷൻ ടേംസിന്റെ പവറിന്റെ സമ്മാണ് ഓർഡർ എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മൾ റേറ്റില എക്സ്പ്രഷൻ എഴുതിയപ്പോ കോൺസെൻട്രേഷൻ ടേംസിന്റെ പവർ കണ്ടുപിടിച്ച എങ്ങനെയാ? എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയാണ് അല്ലെ. ഒരു റിയാക്ടറിന്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആക്കി വെച്ച് മറ്റൊന്നിന്റെ ചേഞ്ച് ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? കോൺസെൻട്രേഷൻ ടേംസിന്റെ പവർ കണ്ടുപിടിച്ചത്. ആ പവറിന്റെ സമ്മാണ് ഓർഡർ എന്ന് പറയുന്നത്. സോ അപ്പോ ഓർഡർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കണം. എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ? ഓർഡർ കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. സോ ഓർഡർ എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റിയാണ്. എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് കോൺസെൻട്രേഷൻ ടേംസിന്റെ പവറിന്റെ സം കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. ആൻഡ് തേർഡ് വൺ, ഓർഡർ എന്താകാം? ഹോൾ നമ്പർ ആകാം, അല്ലെങ്കിൽ 0 ആകാം, അല്ലെങ്കിൽ ഫ്രാക്ഷണൽ നമ്പറും ആകാം. ഓർഡർ ഹോൾ നമ്പർ ആകാം, 0 ആകാം, അല്ലെങ്കിൽ ഫ്രാക്ഷണൽ നമ്പറും ആകാം. നമുക്ക് അങ്ങോട്ട് പഠിക്കുമ്പോൾ എന്താ ഓരോ റിയാക്ഷൻ എടുത്തിട്ട് ആ ഫ്രാക്ഷൻ നമ്പർ ഉള്ളതും 0 ഉള്ളതും ഒക്കെ നമുക്ക് നോക്കാം. സോ അപ്പോ ഓർഡർ ഹോൾ നമ്പർ ആകാം, 0 ആകാം, ഫ്രാക്ഷണൽ നമ്പറും ആകാം. ആൻഡ് നെക്സ്റ്റ് വൺ, ഓർഡർ ഗീവ്സ് ഐഡിയ അബൌട്ട് റിയാക്ഷൻ മെക്കാനിസം. ഒരു റിയാക്ഷന്റെ മെക്കാനിസത്തിനെ കുറിച്ച് നമുക്ക് ഓർഡർ ഒരു ഐഡിയ പറഞ്ഞു തരും. ഓർഡർ അറിയാമെങ്കിൽ ആ റിയാക്ഷന്റെ മെക്കാനിസത്തിനെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ കിട്ടും. സോ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ഓർഡർ ഈസ് ദ സം ഓഫ് പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഇൻ റേറ്റില എക്സ്പ്രഷൻ. റേറ്റില എക്സ്പ്രഷൻ എഴുതുമ്പോൾ അതിൽ റിയാക്ടറിന്റെ കോൺസെൻട്രേഷൻ ടേംസിന്റെ പവറിന്റെ സമ്മിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? ഓർഡർ എന്ന് വിളിച്ചത്. ഓർഡർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റിയാക്ഷൻ ചെയ്തു നോക്കണം. സോ ഓർഡർ എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റിയാണ്. ഓർഡർ എന്താകാം? 0 ആകാം, ഹോൾ നമ്പർ ആകാം, ഫ്രാക്ഷണൽ നമ്പറും ആകാം. പിന്നെ ഓർഡർ നമുക്ക് എന്ത് പറഞ്ഞു തരും? ഒരു റിയാക്ഷന്റെ മെക്കാനിസത്തിനെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ പറഞ്ഞു തരും. അടുത്ത്, ഓർഡർ ഈസ് ആപ്ലിക്കബിൾ ഫോർ എലിമെന്ററി ആൻഡ് കോംപ്ലക്സ് റിയാക്ഷൻ. ഓർഡർ എലിമെന്ററി റിയാക്ഷനും കോംപ്ലക്സ് റിയാക്ഷനും ആപ്ലിക്കബിൾ ആണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താ എലിമെന്ററി റിയാക്ഷൻ. ഒരു റിയാക്ഷൻ ഒരു സ്റ്റെപ്പിൽ നടക്കുകയാണെങ്കിൽ ആ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് എലിമെന്ററി റിയാക്ഷൻ. എ റിയാക്ഷൻ വിച്ച് ടേക്സ് പ്ലേസ് ഇൻ വൺ സ്റ്റെപ്പ്. ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് എലിമെന്ററി റിയാക്ഷൻ. അപ്പൊ എന്തായിരിക്കും കോംപ്ലക്സ് റിയാക്ഷൻ? എ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ മോർ ദാൻ വൺ സ്റ്റെപ്പ്. ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് കോംപ്ലക്സ് റിയാക്ഷൻ.
ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ ആണ് എലിമെന്ററി റിയാക്ഷൻ. ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ ആണ് കോംപ്ലക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ അപ്പോ ഓർഡർ എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷനും ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ നമുക്ക് ഓർഡർ കണ്ടുപിടിക്കാം എന്നാണ് പറയുന്നത്. അപ്പോ ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ നമ്മൾ എങ്ങനെയാണ് ഓർഡർ കണ്ടുപിടിക്കുക? ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ നമ്മൾ കോംപ്ലക്സ് റിയാക്ഷൻ എന്ന് വിളിച്ച്. അതിനെങ്ങനെയാണ് ഓർഡർ കണ്ടുപിടിക്കുക? അത് ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പിലാണ് നടക്കുന്നത്. അതിന് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പോകുന്നെന്ന് പറഞ്ഞു ഒരു റിലേ ടീമാണ്. റേസിൽ പങ്കെടുക്കാൻ പോകുന്ന റിലേ ടീം. ആ റിലേ ടീമില് ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്നത് ആരായിരിക്കും? ഒരു റിലേ ടീമില് ഏറ്റവും പതുക്കെ ഓടുന്ന ആളുണ്ട്. ഒരു റിലേ ടീമില് 5 പേര് അല്ലെങ്കിൽ 10 പേരുണ്ടെങ്കിൽ 10 പേര് ഒരേ സ്പീഡിലായിരിക്കില്ല ഓടുന്നത്. അതിൽ ഏറ്റവും പതുക്കെ ഓടുന്ന ഒരാൾക്കാണ് ആ ടീമിൽ. അയാളാണ് ആ ടീമിന്റെ വിജയവും പരാജയവും നിർണ്ണയിക്കുന്നത്. ഒരു റിലേ ടീമിന്റെ വിജയമോ പരാജയമോ നിർണ്ണയിക്കുന്ന ആരായിരിക്കും? ആ റിലേ ടീമില് ഏറ്റവും പതുക്കെ ഓടുന്ന ആളായിരിക്കും. ദാറ്റ് മീൻസ് ഒരു കോംപ്ലക്സ് റിയാക്ഷനില് കുറേയധികം സ്റ്റെപ്പ് ഉണ്ടായിരിക്കും. എന്നാൽ ആ റിയാക്ഷന്റെ റേറ്റ് തീരുമാനിക്കുന്ന സ്റ്റെപ്പ് ആരായിരിക്കും? അതിൽ ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ട് നടക്കുന്ന റിയാക്ഷൻ ആയിരിക്കും. ഒരു കോംപ്ലക്സ് റിയാക്ഷന്റെ റേറ്റ് തീരുമാനിക്കുന്നത് അതിലുള്ള എലിമെന്ററി റിയാക്ഷനിൽ ഏറ്റവും വേഗത കുറഞ്ഞ റിയാക്ഷൻ ഏതാണോ അതാണ്. ഒരു കോംപ്ലക്സ് റിയാക്ഷന്റെ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ കോംപ്ലക്സ് റിയാക്ഷനകത്ത് 10 എലിമെന്ററി റിയാക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കും. എങ്കിൽ അതിൽ ഏറ്റവും സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഏതാണോ അതാണ് ആ റിയാക്ഷന്റെ റേറ്റ് തീരുമാനിക്കുന്നത്. ആ സ്ലോവസ്റ്റ് സ്റ്റെപ്പിന്റെ ഓർഡർ ആണ് ആ റിയാക്ഷന്റെ ഫുൾ ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ ഒരു റിയാക്ഷൻ ഒരു സ്റ്റെപ്പ് നടക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എലിമെന്ററി റിയാക്ഷൻ. ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് കോംപ്ലക്സ് റിയാക്ഷൻ. ഒരു കോംപ്ലക്സ് റിയാക്ഷന്റെ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ കോംപ്ലക്സ് റിയാക്ഷനിൽ ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അതിൽ 10 എലിമെന്ററി റിയാക്ഷൻ ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ട് നടക്കുന്ന റിയാക്ഷൻ ആണ് ആ ഫുൾ റിയാക്ഷന്റെ റേറ്റ് തീരുമാനിക്കുന്നത്. സോ അപ്പോ ഒരു കോംപ്ലക്സ് റിയാക്ഷനിലെ സ്ലോവസ്റ്റ് സ്റ്റെപ്പിന്റെ ഓർഡർ ആണ് ആ റിയാക്ഷന്റെ ഫുൾ ഓർഡർ എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മൾ ഓർഡറിനെ കുറിച്ച് അറിയേണ്ടത്. എന്താ ഓർഡർ എന്ന് പറയുന്നത്? ഓർഡർ ഈസ് ദി സം ഓഫ് ദ പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഇൻ റേറ്റ് ലാ എക്സ്പ്രഷൻ. റേറ്റ് ലാ എക്സ്പ്രഷനില് കോൺസെൻട്രേഷൻ ടേംസിന്റെ പവറിന്റെ സമ്മിനെയാണ് നമ്മൾ ഓർഡർ എന്ന് വിളിച്ചത്. അതായത് നമ്മുടെ x+y ആണ് ഓർഡർ എന്ന് പറയുന്നത്. എക്സ് വൈയും കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തു നോക്കണം. സോ അതുകൊണ്ട് ഓർഡർ എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ആണ്. ഇനി ഓർഡർ 0 ആകാം, ഹോൾ നമ്പർ ആകാം, ഫ്രാക്ഷണൽ നമ്പറും ആകാം. 0 ആകാം, ഹോൾ നമ്പർ ആകാം, ഫ്രാക്ഷണൽ നമ്പറും ആകാം. പിന്നെ ഓർഡർ നമുക്ക് എന്ത് പറഞ്ഞു തരും? റിയാക്ഷൻ മെക്കാനിസത്തിനെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ പറഞ്ഞു തരും. പിന്നെ ഓർഡർ ഏതിനൊക്കെ ആപ്ലിക്കബിൾ ആണ്? എലിമെന്ററി റിയാക്ഷനും കോംപ്ലക്സ് റിയാക്ഷനും ആപ്ലിക്കബിൾ ആണ്. എന്താ എലിമെന്ററി റിയാക്ഷൻ? എ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ 1 സ്റ്റെപ്പ്. എന്താ കോംപ്ലക്സ് റിയാക്ഷൻ? എ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ മോർ ദാൻ 1 സ്റ്റെപ്പ്. ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പ് നടക്കുന്ന റിയാക്ഷൻ ആണ് കോംപ്ലക്സ് റിയാക്ഷൻ. ഒരു സ്റ്റെപ്പ് നടക്കുന്ന റിയാക്ഷൻ ആണ് എലിമെന്ററി റിയാക്ഷൻ. കോംപ്ലക്സ് റിയാക്ഷന്റെ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏതായിരിക്കും? അതിലെ ഏറ്റവും സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കും റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ്. ആ സ്ലോവസ്റ്റ് സ്റ്റെപ്പിന്റെ ഓർഡർ ആണ് ആ റിയാക്ഷന്റെ ഓർഡർ എന്ന് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഓർഡർ ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്.